നമസ്കാരം. വി എസിന്റെ ഓർമ്മ ദിനമാണ്. വി എസിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളും വി എസ് എന്ന നല്ല കമ്മ്യൂണിസ്റ്റ്, അതോടെ കമ്മ്യൂണിസം അവസാനിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന വലതുപക്ഷ ആശയങ്ങൾ അല്ലെങ്കിൽ വലതുപക്ഷ തന്ത്രം നാട്ടുകാർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം വി എസുമായി ബന്ധപ്പെട്ടൊരു ദൃശ്യം കാട്ടിത്തരാനാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. കാര്യം വി എസിന്റെ ഓർമ്മ ദിനത്തിൽ വി എസ് എന്ന നല്ല കമ്മ്യൂണിസ്റ്റ് ഇന്നില്ല, ഇന്നെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ല, വി എസ് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വി എസ് നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ കാണണം. ഇന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വി എസ് അന്ന് നിർത്തിപ്പൊരിക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ പ്രതികരണം ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം അന്ന് നല്ല കമ്മ്യൂണിസ്റ്റിനോട് എങ്ങനെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ പ്രതികരിച്ചിരുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നത്. സാർ, വാക്കൌട്ട് പ്രസംഗത്തിൽ എന്ത് പ്രസംഗിക്കാവും? സാർ, അത് ശരിയാണ് സാർ. ഈ സബ്ജക്ട് ഒതുങ്ങി എന്താണ് പ്രസംഗിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് പ്രത്യേക അധികാരമൊന്നുമില്ല, ഒരു അധികാരമില്ല. വിഷയയുടെ വാക്കൌട്ടിന് മുമ്പ് അതിങ്ങനെ പ്രസംഗിക്കുന്നത് ശരിയല്ല സാർ. പിന്നെ ഇന്നലെ സഭയ്ക്ക് പുറത്തു വെച്ച് സാർ അദ്ദേഹം എന്നെ കുറിച്ച് പരാമർശങ്ങൾ നടത്തി. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, സ്വന്തം മകന് ചേരുന്ന തൊപ്പി മറ്റേ ഈ സഭയിൽ അംഗങ്ങൾ നൽകരുത്. നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വാക്കുകളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ എല്ലാം കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. DIC എന്ന പാർട്ടി ഉണ്ടാക്കി വള്ളി നിക്കരുവിട്ട് കണ്ടല്ലോ, വി എസിന്റെ ഭാഷ അന്ന് മേനോന് പ്രശ്നമായിരുന്നു. വി എസ് പറഞ്ഞ കാര്യങ്ങൾ മുരളി നായർക്കും വലിയ പ്രശ്നമായി മാറിയ സന്ദർഭമാണ്. അങ്ങനെ വി എസിന്റെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും വിമർശിച്ചവരാണ് വി എസിനെ ഇന്നിപ്പോൾ മരണാനന്തര മഹത്വം എന്നുള്ളതിലേക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഇകഴ്ത്താൻ ആ വ്യക്തിയായിരുന്നു ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്നും ആ വ്യക്തിയോടുകൂടി കമ്മ്യൂണിസം അവസാനിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നിടത്ത് എന്താണ് ഇവരുടെ ഉള്ളിലെ ഉദ്ദേശമെന്ന് ഇടതുപക്ഷ ആശയം പേർന്നവർ ഒന്ന് മനസ്സിലാക്കണം. കാര്യം എങ്ങനെയൊക്കെയാണ് കടന്നുപോയ കമ്മ്യൂണിസ്റ്റുകളെ ചൂണ്ടിക്കാട്ടി ജീവിച്ചിരിക്കുന്നവരെ അധിക്ഷേപിക്കുന്നതെന്ന്. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെല്ലാം മഹാന്മാരാണ്. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് EMS നമ്പൂതിരിപ്പാടെ അക്കാവിക്ക നമ്പൂതിരി എന്നാണ് വിളിച്ചത്. മനസ്സിലായ അദ്ദേഹത്തിന്റെ ഒരു കുറവായിട്ടുള്ള വിക്കിനെ ഇന്ന് എന്താണ് EMSനെ കുറിച്ച് പറയാറുള്ളത്, നായനാരെ കുറിച്ച് പറയാറുള്ളത്? നായനാർ തന്നെ പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മളെക്കുറിച്ച് മനോരമ ഉൾപ്പെടെയുള്ളവർ നല്ലത് പറയുകയാണെങ്കിൽ അപ്പോൾ വിചാരിച്ചോളണം നമ്മൾക്ക് എന്തോ പണി തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് കാട്ടിക്കൊണ്ട് നമുക്ക് എന്തോ അണ്ടീക്കൂടെ വയ്ക്കാനുള്ള പരിപാടിയാണെന്ന്. കാര്യം ഒരു കാലത്തും മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചും, അത് പിണറായി ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് കടന്നാക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നയിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാലത്തും വാർത്തകൾ എന്ന പേരിൽ അവരുടെ ഉള്ളിലിരിപ്പുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ റിയാലിറ്റി ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നുകളിൽ ആരാണോ നയിക്കുന്നത് പിണറായി വിജയനാകുമ്പോൾ അവർ ഇന്നലകളിൽ അധിക്ഷേപിച്ച ഭാഷാശുദ്ധിയില്ലാത്ത എന്ത് അലവലാതിത്തരം പറയുന്ന വ്യക്തി എന്ന രീതിയിലൊക്കെ വി എസിനെ പഴി പറഞ്ഞവർ ഇന്ന് ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ പാർട്ടിക്കെതിരായിട്ട് ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നോ ഒരു പ്രവൃത്തി വന്നാൽ പിന്നെ അദ്ദേഹത്തെ ഇവർ മഹാനാക്കി വാഴ്ത്തിപ്പാടും. കാര്യം എന്താണ്? അവരെ കൊണ്ട് പാർട്ടിയെ അറ്റാക്ക് ചെയ്യിക്കുക, അവരെ കൊണ്ട് ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള ടൂളാക്കുക. ഇതാണ് ഇവരുടെ തന്ത്രം. അതുകൊണ്ട് എതിർ ശബ്ദമാകുന്നവരെ ഉയർത്തിക്കാട്ടുന്നതും വാഴ്ത്തിപ്പാടുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തന്ത്രമാണെന്ന് ഈ സന്ദർഭത്തിലെങ്കിലും മനസ്സിലാക്കുക. ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകളോടും ഒരു മാധ്യമങ്ങളും നീതി പുലർത്തിയ ചരിത്രമുണ്ടായിരുന്നില്ല. അവരെ സമൂഹത്തിന്റെ മുന്നിൽ താറടിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം താറടിച്ചിട്ടുണ്ട്. അത് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മകന്റെ പേര് പോലും വലിച്ചിഴച്ചുണ്ടാക്കിയ വിവാദങ്ങൾ തുടങ്ങി ഏറ്റവും ഒടുവിൽ വി എസിനെതിരെ മലമ്പുഴയിൽ മത്സരിക്കാൻ വന്നിരുന്ന വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം അശ്ലീലം പറഞ്ഞു എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തിയവർ ഇന്ന് വി എസിനെ വാഴ്ത്തുപാട്ട് പാടുമ്പോൾ അതിന്റെ പിന്നിലെ ഒരു ചേതോ വികാരം കൂടി നാട് മനസ്സിലാക്കണം. വി എസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും മോശമാണെന്ന് ചിത്രീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. ആ റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ശേഷിയാണ് ഓരോ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ടുള്ളവർ മധുരം പുരട്ടുന്ന വാക്കുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. വി എസ് എന്ന വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല, വി എസ് എന്ന വ്യക്തി ഉയർത്തിയ രാഷ്ട്രീയവും അദ്ദേഹം ഉയർത്തിയ എതിരഭിപ്രായവും വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ, അതിനെ നയിക്കുന്ന നേതാക്കന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ താറടിക്കാനും ഇകഴ്ത്തിക്കാട്ടാനും അവർ പരിശ്രമിക്കുന്നത് അവരുടെ ഉള്ളിലെ ഒരു ഗൂഢ പദ്ധതിയാണ്. അത് ഈ വി എസിന്റെ ഓർമ്മ ദിനത്തിലെങ്കിലും ഈ നാട്ടിലുള്ള മനുഷ്യർ, കമ്മ്യൂണിസ്റ്റുകൾ, ആശയം പേറുന്നവർ തിരിച്ചറിയണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.